കേന്ദ്ര സർക്കാരിന്റെ വർഗീയതയ്ക്കും അസമത്വം സൃഷ്ടിക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണമെന്നതാണ് ഈ സ്വാതന്ത്ര്യദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടാനും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലൂടെ MV ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെടുന്നു. രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. വയനാട് ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്കിടയിലാണ് കേരളം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. വയനാട് പ്രതിസന്ധിയെ അതിജീവിക്കുമെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ നമുക്ക് കഴിയണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ലേഖനത്തിൽ തുടക്കമിടുന്നത്. വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളുമായാണ് BJP മുന്നോട്ടു പോകുന്നത്. ഇത് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ തുടരുന്ന വർഗീയത മാത്രമാണ് ഇപ്പോഴും അധികാരം നേടാൻ ഇവർക്ക് മുന്നിലുള്ള തുറുപ്പുചീട്ട് എന്നാണ്. മതവും ജാതിയും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയെന്ന അജണ്ടയാണ് പ്രധാനമായും അവർ പുറത്തെടുക്കുന്നത്. തീർത്തും പ്രതിലോമകരമായ ഈ നയത്തെ പരാജയപ്പെടുത്തിയാണ് നാം സ്വാതന്ത്ര്യം നേടിയത്. ബഹുസ്വരതയും മതനിരപേക്ഷതയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനാൽ സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണമെന്നാൽ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരായ പോരാട്ടമെന്നുകൂടിയാണ്. അത് ഇനിയും ശക്തമായി തുടരണമെന്ന സന്ദേശമാണ് ഈ സ്വാതന്ത്ര്യദിനവും നമ്മെ ജാഗ്രതപ്പെടുത്തുന്നത് എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം സാമ്പത്തിക സ്വാതന്ത്ര്യവും കൂടിയാണ്. അത് സ്വായത്തമാക്കാനുള്ള പോരാട്ടം ഇനിയും ശക്തമാക്കേണ്ടിയിരിക്കുന്നു. സൗജന്യ വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ആരോഗ്യ സേവനവും ഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും ഇന്ന് അപ്രാപ്യമാണ്. സാമൂഹ്യ അസമത്വങ്ങളും ഭീതിതമാം വിധം തുടരുകയാണ്. സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളും ഭരണഘടനയിലെ കാഴ്ചപ്പാടും നിലവിലുള്ള ഭരണാധികാരികളുടെ പ്രയോഗവും തമ്മിലുള്ള അന്തരം പ്രകടമാണ്. ഇതിനെതിരെ നിരന്തരം പോരാടുക മാത്രമാണ് നമുക്ക് മുന്നിലുള്ള മാർഗം. അതിനായി പ്രവർത്തിക്കുമെന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാമെന്നും ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.